ജെഎസ് നേച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ച് വെറുതെ കളയുന്ന ഉള്ളിത്തോൽ വെച്ച് നമുക്ക് ഒരു ചിലവും കൂടാതെ എങ്ങനെ നമുക്ക് വളമാക്കി മാറ്റാം, അതായത് ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ എങ്ങനെ നമുക്ക് വളമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ്. സവാളയുടെ തൊലി, അതുപോലെ വെളുത്തുള്ളിയുടെ തൊലി, അതുപോലെ ചെറിയ ഉള്ളിയുടെ തൊലി, ഇത് മൂന്നും ഉപയോഗിച്ചാണ് നമ്മൾ ഈ വളങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. പല രൂപത്തിൽ ഇതിനെ നമുക്ക് വളമാക്കി ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഫെർട്ടിലൈസർ വളമായിട്ടും അതുപോലെ തന്നെ കമ്പോസ്റ്റ് വളമായിട്ടും നേരിട്ട് ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ള വളമായിട്ടുമൊക്കെ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിലൊരു 3 രീതിയാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഇവിടെ പറയാൻ പോകുന്നത്. ജെഎസ് നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഇവയിലടങ്ങിയ കണ്ടൻസ് പറയാം. അതായത് സവാള തൊലിയിൽ പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അയൺ, കോപ്പർ തുടങ്ങിയ കണ്ടൻസുകളാണ് ഇവയിൽ കൂടുതലായും അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവ നല്ല ചെടികളിൽ നല്ല പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ മുരടിച്ച് നിൽക്കുന്ന, അതുപോലെ വാടി ഉണങ്ങാൻ നിൽക്കുന്ന ഈ ചെടികൾക്കൊക്കെ നല്ല പോലെ വളർച്ചക്കൊക്കെ സഹായകമാകുന്ന ഒന്നാണ് ഈ ഉള്ളിയുടെ തോല്. മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾ നല്ല പ്രതിരോധശേഷി കൂടുകയും അതുപോലെ തന്നെ ഒരുവിധം കീടങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ ചെടിയെ രക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു സവാളയുടെ തൊലി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് പറയാം. ഈ ഒരു സവാളയുടെ തൊലി നേരിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അത് ഒരു പക്ഷേ അത് അഴുകി ചെടികളിൽ ദ്രവിച്ച് ചേരുമ്പോഴേക്കും ചെടിയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വളർന്ന് പൂക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ അതിനകത്ത് തൊലി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് അഴുകി അതിൽ നിന്ന് കണ്ടൻസൊക്കെ കിട്ടിക്കഴിയുമ്പോഴേക്കും ചെടിയുടെ ഒരു ആയുസ് എത്തിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് ചെടികളിൽ തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് 2 രീതിയിൽ ഇത് ഉപയോഗിച്ച് കൊടുക്കാം. അതായത് ഇത് സവാളയുടെ തൊലി പൊടിച്ചു ഇട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇത് ലിക്വിഡ് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നതും. ഉള്ളിത്തോൽ പൊടിച്ച് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഉള്ളിത്തോൽ നന്നായിട്ട് ഉണക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഉണക്കുന്ന സമയത്ത് ഒരു നെറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പെട്ടിക്കകത്താക്കി അത് നേരിട്ട് വെയിൽ കൊള്ളിക്കുകയോ അല്ലെങ്കിൽ വല പോലത്തെ ചാക്ക് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലത്തെ നെറ്റ് ഒരു വല പോലെയുള്ള ചാക്കിലാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. 2-3 ദിവസം നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത് പൊടിക്കാനായിട്ട് കഴിയുള്ളൂ. നിങ്ങൾ പൊടിക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിനകത്ത് മാക്സിമം എത്രത്തോളം ടൈറ്റ് ചെയ്ത് ഇത് നിറക്കാൻ പറ്റുമോ അത്രത്തോളം ടൈറ്റ് ചെയ്ത് നിറച്ചതിന് ശേഷം മാത്രമാണ് ഇത് പൊടിച്ചെടുക്കാൻ കഴിയുള്ളൂ. വളരെ കുറച്ചൊക്കെ എടുത്ത് ഇത് പൊടിക്കുന്ന സമയത്ത് മിക്സിക്ക് കേടുവരാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം അതിൽ എത്രത്തോളം ടൈറ്റ് ചെയ്ത് പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം നിറച്ചതിന് ശേഷം മാത്രം പൊടിക്കുക. ഇങ്ങനെ പൊടിച്ചെടുത്ത സവാളയുടെ തൊലി നേരിട്ട് നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതായത് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ നേരിട്ട് മണ്ണിനകത്തോ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ അത് നമുക്ക് മുട്ടത്തോട് പൊടിച്ചെടുത്ത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തും ഇട്ട് കൊടുക്കാവുന്നതാണ്. മുട്ടത്തോട് പൊടിക്കാൻ ഉപയോഗിക്കുന്ന സമയത്തും നല്ലപോലെ ഉണക്കിയെടുക്കേണ്ടതുണ്ട്. 2-3 ദിവസത്തെ വെയിൽ നന്നായി കൊണ്ടതിന് ശേഷം മാത്രമാണ് മുട്ടത്തോട് പൊടിക്കാനായിട്ട് കഴിയുള്ളൂ. ഈ മുട്ടത്തോട് പൊടിച്ചതും അതുപോലെ തന്നെ സവാളയുടെ തൊലി പൊടിച്ചതും അതും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടത് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ ഇത് വളരെയധികം സഹായിക്കും. 2 ദിവസമോ 3 ദിവസമോ ഇടവിട്ട് ഒരു 2 നുള്ളു വീതം ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനെ ലിക്വിഡ് വളമാക്കി മാറ്റുന്ന ഒരു രീതിയാണ്. അതായത് ലിക്വിഡ് വളമാക്കി നമുക്ക് ചെടികൾക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടി കീടനാശിനികൾക്കുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ലിക്വിഡ് വളമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് കൂടുതൽ സവാളയുടെ തൊലിയൊന്നും വേണ്ട. അതായത് നിങ്ങൾ 1 ദിവസമോ 2 ദിവസമോ തന്നെ ശേഖരിച്ചാൽ തന്നെ ലിക്വിഡ് വളമാക്കി മാറ്റാനുള്ള സവാളയുടെ തൊലി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. അതായത് ഇതിന് വേണ്ടത് ഒരു 2 പിടി സവാളയുടെ തൊലി മാത്രമാണ്. 2 പിടി സവാളയുടെ തൊലി ഒരു ബോട്ടിലിനകത്തിട്ടിട്ട് അതിന് ശേഷം അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ 1 ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു സവാളയുടെ തൊലി ഇട്ട് വെച്ച് 2 ദിവസം ഏകദേശം 2 ദിവസം തന്നെ കാത്തിരിക്കുക. ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിത്തോലും അതുപോലെ തന്നെ വെള്ളവും മാറ്റി വേർതിരിച്ച് വെക്കണം. നമുക്കതിൻ്റെ വെള്ളം മാത്രമാണ് ആവശ്യം. ഏകദേശം ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വെള്ളം ചേർത്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെ മാത്രമാണ് നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്താൽ ഡോസ് കൂടുകയും അത് ചെടിക്ക് കേടാവാനും സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് 2 ദിവസമാണ്. അതുപോലെ തന്നെ 2 പിടി ഉള്ളിത്തോല് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾ കൂട്ടിയിടുകയാണെങ്കിൽ, അത് ഏകദേശം ഉള്ളിത്തോല് കൂടുതൽ ഇടുകയാണെങ്കിലും അതുപോലെ തന്നെ ഈ 2 ദിവസം വെയിറ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു 4-5 ദിവസം വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെള്ളം വീണ്ടും ഇരട്ടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടാം. അതായത് കൂടുതൽ തൊലിയെടുത്ത് നിങ്ങൾ വെള്ളത്തിലിടുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഇരട്ടിക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമ്മൾ ഇത് ഒരു 1/2 കപ്പ് വീതം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചെടികളുടെ വേരിൻ്റെ പ്രതിരോധശേഷി, വേരുകൾക്ക് നല്ല കരുത്ത് കിട്ടുകയും അതുപോലെ തന്നെ ചെടികൾക്ക് പ്രതിരോധശേഷി കൂട്ടാനായിട്ടും ഇത് സാധിക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫെർട്ടിലൈസറായിട്ട്, അത് സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെടികളിൽ തെളിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഒരുവിധം കീടങ്ങളുടെ ആക്രമണത്തെ നേരിടാനായിട്ട് ഇതിന് കഴിയും. അപ്പോൾ 2 രീതിയിലുള്ള ഉപയോഗം നമ്മളിവിടെ പറഞ്ഞു. ഈ 2 രീതിയിലും ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് കുറഞ്ഞ അളവിൽ സവാളയുടെ തൊലിയൊക്കെ മതി. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഇത് നമുക്ക് കമ്പോസ്റ്റ് ആക്കി എടുക്കാനായിട്ട് എങ്ങനെ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് കുറച്ചധികം സവാളയുടെ തൊലി ആവശ്യമുണ്ട്. ഇത് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹോൾസെയിൽ പച്ചക്കറി ഷോപ്പുകളിലൊക്കെ പോയിട്ട് അന്വേഷിക്കേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഹോൾസെയിൽ പച്ചക്കറി ഷോപ്പിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു സവാളയുടെ ഇത്രയും തൊലി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ തൊടികളിൽ നിന്ന് കിട്ടുന്ന പച്ച ഇലകൾ, അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകൾ, കരിയിലകൾ, അതുപോലെ തന്നെ ഈ സവാളയുടെ തൊലി, അതുപോലെ തന്നെ പച്ച ചാണകമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. പച്ചച്ചാണകം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഇത് തന്നെ പെട്ടെന്ന് തന്നെ വിഘടിച്ച്, അതായത് പെട്ടെന്ന് തന്നെ രാസപ്രവർത്തനം നടന്ന് നമുക്ക് കമ്പോസ്റ്റ് വളമായി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പച്ചച്ചാണകം തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ജീവാണുഘടകങ്ങൾ കൂടുതലുള്ളതാണ് ഈ പച്ചച്ചാണകം. അതുകൊണ്ടാണ് നമ്മൾ ഇത് പെട്ടെന്ന് വിഘടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പച്ചച്ചാണകം ഉപയോഗിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം ലേശം മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിലെ ഭാഗത്തേക്കായിട്ട് നമ്മുടെ കരിയിലയും അതുപോലെ തന്നെ പച്ചയിലൊക്കെ നല്ല പോലെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ലേശം പച്ച ചാണകം നമ്മൾ അതിനകത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ഈ ഉള്ളിത്തോല് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് കുറച്ച് പച്ചയില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് അമർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് ശേഷം മണ്ണിട്ട് കൊടുക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ സ്മെല്ലൊന്നും പുറത്തേക്ക് വരികയും ചെയ്യില്ല. ഇങ്ങനെ ഇത് മൂടി വെച്ച് നമ്മൾ എയർ ടൈറ്റ് നന്നായിട്ട് കെട്ടി വെച്ചതിന് ശേഷം ഒരു 2 മാസം മാത്രമാണ് ഇത് നമുക്ക് നന്നായിട്ട് നല്ല വളമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കമ്പോസ്റ്റ് വളം ഉണ്ടാക്കി അത് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിന് ശേഷം, അതായത് നമുക്ക് കമ്പോസ്റ്റ് ആയി കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും.